പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം, അതായത് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണ്. താൻ MLA ആയിട്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ താൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ മണ്ഡലത്തിലെത്തിക്കും. അതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം. അത് ഒരു തവണയല്ല, എല്ലാ വേദികളിലും പോയി പറയാണ് മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ളത്. ഷാഫി പറമ്പലിന് സാധിക്കാത്ത ആ ഒരു ദൗത്യം താൻ നിർവഹിക്കും, വിജയകരമായിട്ട് അത് പൂർത്തിയാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് പറയാനില്ല. പാലക്കാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അല്ലെങ്കിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ജനങ്ങളുടെ അഭിവൃദ്ധി, മറ്റ് സിവിക് ഇഷ്യൂസ്, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. ഇതുവരെ ഒരു അക്ഷരം ഈ പറയുന്ന കൊമേഡിയൻ പിഷാരടി മിണ്ടിയിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മമ്മൂട്ടിക്ക് എന്തെങ്കിലും വിലക്കുണ്ടോ പാലക്കാട് വരുന്നതിൽ? അല്ലെങ്കിൽ മമ്മൂട്ടി ഇതുവരെ പാലക്കാട് എത്തിയിട്ടില്ല, പാലക്കാട്ടെ ജനങ്ങൾ ഇതുവരെ മമ്മൂട്ടിയെ കണ്ടിട്ടില്ലേ? ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. അതായത് മമ്മൂട്ടിയെ കൊണ്ടുവരിക, മെഗാസ്റ്റാറായ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ദൗത്യം. അതിനുവേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന രമേശ് പിഷാരടി നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടുകാരുടെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഇത്തരം കോമാളികളെയൊക്കെ സ്വീകരിച്ച് വിജയിപ്പിക്കേണ്ട ഒരു ദൗത്യമാണ് അവർക്ക് മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പ്രിഡേറ്റർ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പാലക്കാട് മത്സരിച്ചു, ഷാഫി പറമ്പലിൻ്റെ നോമിനിയായിട്ട് മത്സരിച്ചു. അതിനുശേഷം ഒരു വർഷം പോലും തികയും മുമ്പ് എന്തൊക്കെയാണ് പുറത്തു വന്നത്? പാലക്കാട്ടെ ജനങ്ങൾക്ക് മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. അത്രയ്ക്കും വലിയ രീതിയിലുള്ള, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതിന് മുമ്പാണെങ്കിൽ ഷാഫി പറമ്പിൽ ഇടയ്ക്ക് ഇങ്ങനെ കേന്ദ്രമന്ത്രിയാകും എന്നുള്ള മോഹമൊക്കെ മുന്നോട്ട് വെച്ച് വടകരയിൽ പോയി മത്സരിച്ചു, ലോക്സഭയിലെത്തി. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല, ഷാഫി പറമ്പിൽ കേന്ദ്രമന്ത്രിയുമായില്ല. അപ്പോൾ ആ അവസരത്തിൽ ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചപ്പോൾ തൻ്റെ സാമന്തനായ, അല്ലെങ്കിൽ തൻ്റെ ശിങ്കിടിയായ രാഹുൽ മാങ്കൂട്ടത്തിനാണ് മണ്ഡലം നൽകിയത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കേണ്ട ഒരു സാഹചര്യവും പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ടായി. എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തവണയും. കാരണം പാലക്കാട്ടെ ജനങ്ങൾക്ക് മുമ്പ് 1-2 തവണ ഇത്തരം അക്കിടികൾ പറ്റിയിട്ടുണ്ട്. ഈ ശ്രീധരനെ പോലുള്ള ഒരു ജമ്മിനെ MLA ആക്കാൻ, അല്ലെങ്കിൽ MLA ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരത് കളഞ്ഞു കുളിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു MLA വിജയിപ്പിക്കേണ്ട, വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കേണ്ട ഒരു ദൗത്യം അവർ ഏറ്റെടുത്തു. അതും നിർവഹിച്ചു. ഒടുവിൽ MLA ഇല്ലാത്ത അവസ്ഥ. MLA ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതേ ഒരു സാഹചര്യമായിരുന്നു. സ്വന്തം പാർട്ടി പോലും ആ MLA തിരസ്കരിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാണ് പാലക്കാട്ടെ അവസ്ഥ. ഇപ്പം വേറൊരു കൊമേഡിയനെ, ഒരു കോമാളിയെ കെട്ടിയിറക്കിയിരിക്കുകയാണ്. അതായത് പാലക്കാട്ട് ഒരുപാട് നല്ല നേതാക്കളുണ്ട് കോൺഗ്രസ്സിന്, മികച്ച രീതിയിൽ പ്രാസംഗികരായിട്ടുള്ള ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരുപാട് നേതാക്കളുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ അവരെ ഒന്നും പരിഗണിക്കാതെ എവിടെ നിന്നോ പുറത്തു നിന്ന് പാലക്കാട്ടുകാരനാണെന്നൊക്കെ അവകാശപ്പെടുന്നു. പക്ഷെ എന്തായാലും പാലക്കാട്ട് കർമ്മരംഗത്ത് യാതൊരു തരത്തിലും പ്രവർത്തിക്കാത്ത ഒരു മനുഷ്യനെ, രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കെട്ടിയിറക്കിയിരിക്കുന്നു. ഇനി അയാളെ സഹിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രമേശ് പിഷാരടി വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞ് ജനകീയ വിഷയങ്ങളെയും യഥാർത്ഥ പ്രശ്നങ്ങളെയും എൻകൗണ്ടർ ചെയ്യാതെ അയാൾ മുന്നോട്ട് പോവുകയാണ്. ഒരു 10-20 ദിവസമേ ക്യാമ്പയിനിങ് ഉള്ളൂ. അപ്പോൾ ഒരു കെട്ടുകാഴ്ച പോലെ, ഒരു കാർണിവൽ മാതൃകയിൽ കുറേ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് ഓളം ഉണ്ടാക്കി, ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ജനക്കൂട്ടം എന്തായാലും എത്തും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക. എന്നിട്ട് വിജയിച്ചതിന് ശേഷം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയെ കൊണ്ടുവന്നാൽ മതി. മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹവുമായി മികച്ച ബന്ധമുള്ള ഒരു സ്റ്റാറാണ്. ഒരുപാട് സ്റ്റാർസിനെ ചിലപ്പം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, കുറേ ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കും. എന്നാൽ ജനകീയ വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കേണ്ടതില്ല. അതുമാത്രമല്ല, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ എന്താണ് ഇവിടെ ചെയ്തത്, MLA മാർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ MLA എന്നുള്ള നിലയിൽ എന്താണ് ചെയ്തതിനെ കുറിച്ചൊന്നും അക്കൗണ്ടബിൾ ആകേണ്ട ആവശ്യമില്ല. അതൊക്കെ ചർച്ചയായി വരികയാണെങ്കിൽ തനിക്ക് പണി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ആ ഒരു ധാരണ രമേശ് പിഷാരടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വെച്ച് പുകമറ സൃഷ്ടിച്ച് ആൾക്കൂട്ടത്തെ തനിക്കൊപ്പം നിർത്തുക എന്നുള്ളതാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ടാക്ടിക്സ്. ഒരുപക്ഷെ അയാൾ ജയിക്കാൻ മതിയാവും. കാരണം പാലക്കാട്ടെ ഒരു ചരിത്രം വെച്ചിട്ട് അങ്ങനെയൊക്കെ സാധിക്കും എന്ന് തോന്നുന്നു. ഇത്തവണയും പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒരു അക്കിടി പറ്റുമോ എന്നുള്ളതാണ് ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അതിനെ കാണാം.